ചക്ക മിനിയേച്ചി തന്നതാ വറക്കാനായിട്ട്. വറക്കാൻ എളുപ്പ, ഇത് വെട്ടി നുറുക്കി എടുക്കാനാണ് പാട്. ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ ഒരു റെസിപ്പി വീഡിയോ അല്ല. ചക്ക വറുത്തതിൽ എന്തിട്ടാണ് റെസിപ്പി ഇല്ലേ, പക്ഷേ ചില കാര്യങ്ങൾ, ചില ഓർമ്മകൾ വരുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ചക്ക എനിക്ക് തന്നത് എൻ്റെ തൊട്ടടുത്ത മിനിയേച്ചി ആട്ടോ. ഞങ്ങൾക്ക് പ്ലാവോ മാവോ ഇതൊന്നും തന്നെ ഇല്ല. പക്ഷെ ഈ ചക്കയുടെ മാങ്ങയുടെ സീസൺ വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും. ഇതിപ്പോൾ മിനിയേച്ചി തന്നതാണ്. എൻ്റെ തൊട്ടടുത്ത് ബൈദേച്ചി, പുള്ളിക്കാരിയും ചക്കയും മാങ്ങയും പഴം, കുമ്പളങ്ങ, മത്തങ്ങ, അവിടെ എന്തൊക്കെ ഉണ്ടോ, ചീര ഒക്കെ എനിക്ക് തരാറുണ്ട്. പിന്നെ സുമച്ച മേമ ചക്ക തന്നു. പിന്നെ എൻ്റെ ഉഷമേമ, പാപ്പൻ, അങ്ങനെ എല്ലാവരും എന്തെങ്കിലും അവിടെ ഇവിടെ നിന്ന് അയൽവക്കത്തിൽ നിന്നൊക്കെ കിട്ടും. ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് ഷിബു ചേട്ടനും ഉണ്ട്. ആ ചേട്ടനും മാങ്ങ പറിച്ചോന്നൊക്കെ പറഞ്ഞ് അടിപൊളിയാണ് കേട്ടോ. അപ്പം ചക്ക വറുത്തത് കഴിഞ്ഞ കൊല്ലം എൻ്റെ അമ്മായിയമ്മ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ചക്ക വെക്കാനും പൊളിക്കാനും പിടിക്കാനും. പക്ഷെ ഇക്കൊല്ലം അമ്മായിയമ്മ എലമോൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പിള്ളേർ ഓടി വന്ന് അമ്മ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ശരിക്കും എല്ലാവരും ഒന്നിച്ചിരുന്ന് ചെയ്യുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ വീട്ടമ്മമാർക്ക്. അവർ എത്ര ജോലി വേണമെങ്കിലും ചെയ്യും അടുക്കളയിൽ, പക്ഷെ അത് ഒറ്റയ്ക്ക് ആകുമ്പോഴാണ് അവർക്ക് വിഷമവും സങ്കടം ദേഷ്യമൊക്കെ വരാം. മക്കളോ അതോ ഭർത്താക്കന്മാരോ ആരെങ്കിലും കൂടെ നിന്ന് രണ്ട് വാക്കൊക്കെ സംസാരിച്ച് അതൊന്ന് ഒന്നിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്താലുണ്ടല്ലോ നമ്മുടെ മനസ്സും ഭയങ്കര കൂളായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യമൊക്കെ വരും, എനിക്കിടയ്ക്ക് വരാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് ചക്ക വറുത്തത് നമ്മൾ ഒരുപാട് വണ്ണത്തിലും മെലിഞ്ഞൊരു അരിയട്ടോ, മീഡിയം സൈസിൽ അരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ചക്ക വറുത്തിട്ടും. കിടു ചക്കാണ് കേട്ടോ മിനിയേച്ചി തന്നത്. എൻ്റെ പൊന്നോ അടിപൊളി. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കണേ. പകുതി വറവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പ്, കല്ലുപ്പ് വെള്ളത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വിതറി കൊടുത്താൽ ഉപ്പൊക്കെ നമുക്ക് ചക്കയിൽ നന്നായിട്ട്, ചക്ക വറുത്തയിൽ നന്നായിട്ട് പിടിക്കും. ഇതെല്ലാം ആയതിനു ശേഷം ഞാനിതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എരിവുള്ള ചക്ക വറുത്തത് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഒന്ന് തൂവി കൊടുത്താൽ നല്ല അടിപൊളി കരുമുരുന്നുള്ള ചക്ക വറുത്തത് തയ്യാറാണ്. ഇനി ഒരു ചക്ക വൈദ്യച്ച് തന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് പൊളിച്ച് നോക്കണം എന്ത് സ്റ്റേജിലാണ് അത് ഉള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് വീഡിയോസ് വരും, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. എൻ്റെ മോളുടെ ഡാൻസ് വീഡിയോസും ഉണ്ട്, ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.